ഹായ് ഹലോ. അപ്പോൾ ഈ തിരക്കൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഉത്സവപ്പറമ്പിലാണ്. നമ്മുടെ കടയ്ക്ക് തിരുവാതിരയുടെ കുതിരയെടുപ്പ് കാണാനായിട്ടാണ് നമ്മൾ പോയത്. കുറേ നേരം പോസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഫോണിൽ കളിക്കുമായിരുന്നു, കോസ്റ്റയൊക്കെ കാണിച്ച്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അതായി എത്തിയിരിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് 7 വർഷത്തോളമായി. പക്ഷേ ഇതുവരെയ്ക്കും ഇവിടുത്തെ കുതിരയെടുപ്പൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കാണാനായിട്ട് വന്നതാണ്. ചെണ്ടമേളത്തിൻ്റെ ഹരം കൊണ്ട് എൻ്റെ ആരോസ് അവിടെ നിന്ന് കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആരോന്ന് കയ്യിൽ നിന്ന് ബലൂണൊക്കെ പറന്നുപോയി. അങ്ങനെ അതും കണ്ട്, പിന്നെ ചെണ്ടമേളം പുള്ളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഓരോരോ കലാരൂപങ്ങളിങ്ങനെ വന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഉത്സവങ്ങളിൽ മെയിനാണല്ലോ മറ്റേ പോപ്പർ പൊട്ടിക്കുന്നത്. അത് അങ്ങൊന്ന് പൊട്ടിച്ചു. നമ്മളടുത്ത് വന്നപ്പോഴത്തേക്ക് പൊട്ടിക്കുമെന്നും പറഞ്ഞ് ഞാൻ കുറേ നേരം വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ട് നിന്ന്. പക്ഷേ ശശിയായിപ്പോയി, അവർ പൊട്ടിച്ചില്ല. അവർ പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് പൊട്ടിച്ചത്. അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു. ചെണ്ടമേളം 2 3 തത്തിക്കുണ്ടായിരുന്നു. ദിവസം അതിൻ്റെ ഇടയ്ക്ക് കൂടെ അച്ചാമ്മയുടെ മടിയിലേക്ക് കയറിയിരുന്ന് കാര്യമൊക്കെ പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മളുടെ കുതിര എത്തി. ആദ്യത്തെ കുതിര കൊണ്ടുപോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 56 കരക്കാരും എത്ര കണ്ടെയാണ് ഉള്ളത്. അതിൽ ഓരോ കുതിരയുടെ കാലുകൾ ഓരോ കരക്കാരാണ് പിടിക്കുന്നത്. മൊത്തത്തിൽ 5 6 കുതിരകളുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തേത് കൊണ്ടുപോയി. വേറൊരു വൈബായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ കുതിരയും വന്നു. അതിന് പേരൊക്കെ ഉണ്ടായിരുന്നു, കാളി എന്നാണ്. അത് ഇത്തിരി കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരുന്നു അവർക്ക്. അവർ ഒന്ന് സ്ലോ ചെയ്ത് അവിടെ വെച്ച് വെക്കുന്നതിനനുസരിച്ച് ഒരു സൈഡിലോട്ട് ചരിയുമ്പോഴത്തേക്ക് നമ്മുടെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ തീ കായും. ഈ പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമ്മളടുത്തുകൊണ്ട് വന്ന് നിർത്തിയതും ഒരു സൈഡിലോട്ട് ചായാനായിട്ട് പോയി. നമ്മളൊരു സ്വർഗ്ഗം കണ്ട് നമ്മൾ വിചാരിച്ചു ഓഹോ തീർന്നെന്ന്. അങ്ങനെ പിന്നെ അതോടുകൂടി ഞാനും അമ്മയും പറഞ്ഞു നമുക്ക് പോകാമെന്നും പറഞ്ഞ് തിരിച്ചിറങ്ങി. വരുന്ന വഴിയിലെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ റോഡ് ഫുള്ള് ലൈറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ആ ഒരു ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഫ്ലോട്ടും ചെണ്ടമേളമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി ചെണ്ടമേളമൊക്കെ കണ്ട് ആസ്വദിച്ച് അത് കഴിഞ്ഞ് അവർ പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ മെയിൻ പാട്ട് വണ്ടി ഉണ്ടല്ലോ, ബോക്സൊക്കെ വെച്ചുള്ള, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ആരസും കയറി 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അവനും എൻജോയ് ചെയ്യട്ടെ. നാളത്തെ തലമുറയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.